ഹായ്, എല്ലാവർക്കും ലൈഫ് ഹാക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരു അനുഗ്രഹം തന്നെയാണ്. കാരണം ഇന്നത്തെ ഈ തിരക്കേറിയ ജീവിതത്തിൽ എല്ലാവർക്കും ഓരോരോ തിരക്കുകളുണ്ട് അല്ലേ? അപ്പം ഈവൻ അവർക്ക് നമ്മളോട് നമ്മുടെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തി തരാൻ പറ്റില്ലെങ്കിൽ പോലും ക്ഷമയോടെ അത് കേൾക്കാൻ ഒരു മനസ്സ് കാണിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കഥ പറയാം. ഒരിടത്ത് ഒരു വിശാലമായ പുൽത്തകിടി ഉണ്ടായിരുന്നു. അവിടെ വളരെ വലിയ കൂറ്റൻ മരങ്ങളും നല്ല നല്ല പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു ചെറിയ സീഡ് വന്ന് നമ്മുടെ നിലത്ത് വീഴുവാണ്. അപ്പം ഈ സീഡ് നിലത്ത് വന്ന് വീണു. അത് മുകളിലേക്ക് നോക്കുമ്പോൾ വലിയ വലിയ വൃക്ഷങ്ങളും ഒക്കെ അത് കാണുന്നു. അപ്പം അത് അവിടെ നിന്നുകൊണ്ട്, അതായത് ആ മണ്ണിലത്ത് കിടന്നതുകൊണ്ട് ആ സീഡ് ആ കായ്ഫലം ആഗ്രഹിക്കുകയാണ്. എനിക്കിതുപോലെ ഒരു വലിയ വൃക്ഷമായി മാറാൻ കഴിയുമോ? എനിക്കിതുപോലെ ഒരു ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വലിയ വൃക്ഷമായിട്ട് മാറാൻ കഴിയുമോ? എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന ഒരു വലിയ വൃക്ഷമായി മാറാൻ കഴിയുമോ എന്ന് അത് അവിടെ നിന്നുകൊണ്ട് ചിന്തിക്കുകയാണ്. ഈ സീഡ് പറയുന്നതൊക്കെയും കേട്ടുകൊണ്ട് ഒരു വലിയ വൃക്ഷം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ വലിയ വൃക്ഷം ഈ സീഡിനോട് പറയുകയാണ്, നീ വിഷമിക്കണ്ട, നിന്നിൽ അതിലുള്ള കഴിവുണ്ട്, നിനക്ക് വലിയ വൃക്ഷമാവാനുള്ള കഴിവുണ്ട്. പക്ഷെ നിനക്ക് വേണ്ടത് ക്ഷമയും അതുപോലെ തന്നെ നിന്നിൽ ഒരു വിശ്വാസമാണ് വേണ്ടതെന്ന് പറയുന്നു. അപ്പം ഈ സീഡിന് വളരെയേറെ സന്തോഷവും ഒരു സമാധാനവും ഒക്കെ ആവുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി, മാസങ്ങൾ കടന്നുപോയി. പ്രതികൂലങ്ങൾ പലതും വരുന്നുണ്ട്. ഭയങ്കര ഇടി വരുന്നുണ്ട്, മഴ വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഇതിനെ തിന്നാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു പ്രാണികളും കുഞ്ഞു കുഞ്ഞു ഉറുമ്പുകളും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പേടിയാവുന്ന സമയങ്ങളിൽ ഈ വലിയ വൃക്ഷം പറഞ്ഞ കാര്യങ്ങളാണ് ഈ സീഡിനെ കൂടുതൽ ശക്തിയേകിയത്. ഒരു ദിവസം ഇതിന് ചെറിയ വേരുകൾ മണ്ണിലേക്ക് ഇറങ്ങുകയും ഇതിൻ്റെ ചെറിയ മുകുളങ്ങൾ മണ്ണിന് മുകളിലേക്ക് പൊട്ടി വരികയും ചെയ്തു. അതായത് വലിയ കാറ്റുകൾ വന്ന് ഇത് ഒടിഞ്ഞു പോകാവുന്ന സ്ഥിതി വരെ എത്തിയിട്ടും അതിനെ മുന്നോട്ട് ജീവിക്കാൻ പിന്നെയും അതിന് കഴിഞ്ഞു. ഈ മരം, ഈ സീഡ്, കുഞ്ഞു സീഡായത് വളർന്നു വലിയ മരമായി മാറുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അന്ന് ഇതിന് പ്രചോദനം നൽകിയ ആ വലിയ മരം പറഞ്ഞു, ഇപ്പൊ നീ എവിടെ എത്തി? ഇപ്പൊ നീ വലിയ വൃക്ഷമായില്ലേ? അന്ന് നീ വിഷമിച്ചതും ഒക്കെ ഇരുന്നപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, നിനക്ക് വേണ്ടത് ക്ഷമയും അതിനനുസരിച്ച് നിനക്ക് വളരാൻ പറ്റുമെന്നുള്ള ഒരു നിന്നിലൊരു വിശ്വാസവും ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഈ മരം തലയാട്ടുകയും ചെയ്തു. അപ്പം ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കഥ. ഇതിനെ നമ്മുടെ ലൈഫായിട്ടൊന്ന് കണക്ട് ചെയ്താൽ നമുക്ക് പറയാൻ പറ്റും, നമുക്ക് ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊക്കെ വരും അല്ലേ? അപ്പം ഒരാൾ കേട്ടിരിക്കാൻ ഉണ്ടാവുക എന്ന ആ വാക്കുകൾ നമ്മളെ ഹൃദയത്തിൽ ഒത്തിരി നമ്മളെ സഹായിക്കും. കാരണം നമ്മളൊരു പ്രതിസന്ധിയിലോട്ട് പോകുമ്പോൾ ആ വാക്കുകളായിരിക്കും നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത്. അപ്പം ഞാൻ പറയാം, നമ്മളെ കേൾക്കാൻ, നമ്മളുടെ വിഷമങ്ങൾ കേൾക്കാൻ ഒരാൾ ഉണ്ടാവുക എന്നുള്ളത്. ഈ മരം, ഈ സീഡ് അന്ന് അത് പറഞ്ഞപ്പോൾ ഈ മരത്തിന് തിരിച്ച് അത് കേൾക്കാനും അതിനൊരു ഉപാധി പറഞ്ഞു കൊടുക്കാനും ചെയ്തത് കൊണ്ട് അത് അത്രയും വളർന്നു വലുതായി, തളർന്നു പോകാതെ. ഒരുപക്ഷെ അത് തളർന്നു പോയായിരുന്നെങ്കിൽ ചിലപ്പം അത് ഉണങ്ങിക്കരിഞ്ഞു പോയേനെ. പക്ഷെ കേൾക്കുന്ന ഒരൊറ്റ ഒരാൾ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ആദികളും ഒക്കെ കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ അതിൽ പരം നമുക്ക് വേറൊരു സമാധാനം ഇല്ല. അപ്പം ഞാൻ ഇത് പറയാനുണ്ടായ കാരണം എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ ഒരു കുഞ്ഞ് പരീക്ഷയുടെ പേടി കാരണം ആത്മഹത്യ ചെയ്യാനിടയായി. ഒരുപക്ഷെ അവൻ ബുദ്ധിമുട്ടിയിരുന്ന സമയങ്ങളിൽ അവനോട് ആരെങ്കിലും ഒന്ന് ചോദിക്കുക, എന്താ മോനെ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്ന വിധം ആരും അവനോട് ചോദിക്കാനുണ്ടായിരുന്നെങ്കിൽ ചിലപ്പം ഈ സ്ഥിതി വരില്ലായിരുന്നു. കുഞ്ഞ് ഒരിക്കലും പേടിച്ചത് അവൻ്റെ വീട്ടുകാരെ ആയിരിക്കില്ല. അവൻ ഏറ്റവും കൂടുതൽ പേടിച്ചത് അവൻ്റെ അയൽവക്കക്കാരെയും, അവൻ്റെ ഏത് സമുദായത്തിലാണോ പോകുന്നത് ആ സമുദായത്തിൽ പോകുമ്പോൾ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യത്തെ ആയിരിക്കും. ഈവൻ അവൻ തോറ്റാൽ പോലും അവൻ അത്രയും പേടിയില്ല. പക്ഷെ മറ്റുള്ളവർ ചോദിക്കുമ്പോൾ അതിനോട് എന്ത് മറുപടി പറയും എന്നുള്ള ആ ഒരു ഭീതിയാണ് അവനെ ഏറ്റവും കൂടുതൽ അലട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. അത് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്നത് നമ്മൾ പള്ളികളിൽ. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ പോകുന്ന പള്ളികളായിരിക്കുമല്ലോ. എൻ്റെ അറിവിൽ എത്രയോ കുട്ടികൾ ജോലി ആവാത്തത് കാരണം അല്ലെങ്കിൽ പുറത്തു പോകാനെല്ലാം റെഡി ആയിട്ടും വരാതിരിക്കുന്ന ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. അവർ ചോദിക്കുമ്പോൾ പറയുന്ന ഉത്തരം ഇത് തന്നെയാണ്. പള്ളി ചെന്ന് കഴിഞ്ഞാൽ അവർ ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ ഉത്തരങ്ങളില്ല. നമ്മൾ അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ മനസ്സിനെ കുത്തി വേദനിപ്പിക്കുക. ഈവൻ അവർക്ക് അറിയാമെങ്കിൽ പോലും അവർക്കത് അറിയണം. എന്തുകൊണ്ടാണ് അതെന്താണെന്ന് അവരുടെ വായിന്നത് കേട്ട്
എന്താ ഒരു സുഖം കിട്ടുമോ ഇല്ല എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ മാതാപിതാക്കളുടെ കാലം വരുമ്പം കുറേ പട്ടിണി, എന്താ പറയുക, കുറേ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് അവർ ജീവിച്ചേ. അപ്പോൾ അവർക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയാണ്. പക്ഷെ നമ്മുടെ കാലഘട്ടം വന്നപ്പോൾ കുറച്ചും കൂടെ, അതായത് നമ്മളൊരു മിക്സ്ഡ് കാലഘട്ടമായിരുന്നു 90s എന്ന് പറയുമ്പോൾ അല്ലേ. കാരണം നമ്മുടെ അമ്മമാർ അനുഭവിച്ച ദാരിദ്ര്യവും ബുദ്ധിമുട്ടും അങ്ങനത്തെയൊക്കെ നമ്മൾ കണ്ടു മനസ്സിലാക്കി. പക്ഷെ നമുക്ക് കുറച്ചും കൂടെ കിട്ടിയപ്പോൾ അതിന്റെ വാല്യൂ, രണ്ടും കൂടെ വാല്യൂ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളാവുമ്പോൾ ഇതൊന്നും അറിയാത്ത വേറൊരു കാലഘട്ടത്തിൽ അവർ ജീവിക്കണേ. അവർക്ക് ബുദ്ധിമുട്ട് എന്താ, പ്രയാസം എന്താ, ഒന്നും അറിയില്ല. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അവർക്ക് ആഗ്രഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം അവർക്ക് കിട്ടുന്നുണ്ട്. അതെങ്ങനെ ഉണ്ടായേ, ഏത് ബുദ്ധിമുട്ടിലൂടെയാണ് അത് ഉണ്ടാക്കി കൊടുത്തേ എന്നുള്ള ബുദ്ധിമുട്ട് അവർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പ്രയാസങ്ങളെ അവർക്ക് അതിജീവിക്കാൻ ഭയങ്കര പാടാ. ഇപ്പൊ ഈ കുഞ്ഞ് തന്നെ, ഇപ്പൊ ഈ ആത്മഹത്യ ചെയ്ത ഈ കുഞ്ഞ് തന്നെ, ഞാൻ പറയാ ഇപ്പം അവൻ ആലോചിക്കുമ്പോൾ ഓക്കെ ഞാൻ എങ്ങനെ പറയും എന്നുള്ള പ്രതിസന്ധിയാണ്. മറ്റുള്ളവരോട് തോറ്റു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് ഓർമ്മയില്ല, ആ പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റിയാൽ ഇല്ലാത്ത ബുദ്ധിമുട്ടുകളായിരിക്കും അവൻ ഓർക്കുക. പക്ഷെ ഇത് കഴിഞ്ഞ് അവൻ മുന്നോട്ട് ഒത്തിരിയും പോകുമ്പോഴായിരിക്കും അവന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഇതൊന്നും പ്രശ്നമല്ല എന്നുള്ള കാര്യം അവന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ ഏജ് ഇപ്പൊ നമ്മളെ 20s നമ്മളുടെ 20s ആലോചിച്ച ചിന്തകളാണോ ഇപ്പൊ നമുക്ക് 25ലും 30ലും ഒക്കെ ഉണ്ടായത്? ഒരിക്കലും അല്ല. അത് അന്നത്തെ കാലത്ത് ഞാൻ ചിന്തിച്ചു, അത് തെറ്റോ ശരിയോ, അന്നത്തെ കാലത്ത് അത് എനിക്ക് ശരിയായിരുന്നു. പക്ഷെ ഇപ്പൊ ചിന്തിക്കുമ്പോൾ ഞാൻ എന്ത് മണ്ടത്തര ചെയ്തേ, അല്ലെങ്കിൽ എന്ത് ചിന്താഗതിയായിരുന്നു എൻ്റെ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അപ്പം ഈ ട്രീയുടെ കാര്യം പറഞ്ഞ പോലെ ഈ കുഞ്ഞു സീഡിനോട് ആ വലിയ വൃക്ഷം പറഞ്ഞില്ലേ, നിനക്ക് വേണ്ടത് ക്ഷമയാണ്. നിനക്ക് വളർന്നു വരാൻ ഒരു ടൈമുണ്ട്, ഒരു പ്രോസസ്സിന് ഒരു ടൈം എടുക്കും. ആ ടൈമിനെ നമ്മൾ വിശ്വസിക്കുക, നമ്മളെ തന്നെ വിശ്വസിക്കുക. എനിക്കിത് ചെയ്യാൻ പറ്റും, എനിക്ക് കഴിയും എന്നുള്ളൊരു പോസിറ്റീവ് ചിന്തയോടെ മുന്നോട്ട് പോവുക. വർഷങ്ങൾ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എന്ത് വലിയ പ്രശ്നങ്ങളാണെങ്കിലും അന്നത് ഓർക്കുമ്പോൾ ഒന്നുമില്ല, സിമ്പിൾ എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഞാൻ എൻ്റെ അനിയനോട് സംസാരിക്കുമ്പോൾ അവൻ പറയേ, അതായത് നമ്മളെപ്പോലുള്ള ഏജ് ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ ജോലി, അല്ലെങ്കിൽ എന്താ ഫിനാൻഷ്യൽ സെറ്റപ്പ്, ഫിനാൻഷ്യൽ ഫ്രീഡം, അല്ലെങ്കിൽ എന്താ വീട്ടിലെ എന്തെങ്കിലും കാര്യങ്ങൾ, പ്രശ്നങ്ങൾ അങ്ങനത്തെയൊക്കെ ആയിരിക്കും. നമ്മൾ വിചാരിക്കും ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ എന്താ സുഖമല്ലേ, അവർക്കും പ്രശ്നങ്ങളുണ്ട്. ഈവൻ ന്യൂ ബോൺ ബേബിക്ക് പോലും പ്രശ്നങ്ങളുണ്ട്. ഞാനും എൻ്റെ ബ്രദറും കൂടെ സംസാരിക്കുന്ന കാര്യമാണ്. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിക്കും, അവനൊക്കെ എന്ത് സുഖമല്ലേ. അപ്പം അവൻ പറയും, ഇല്ലടി ചേച്ചി, ആ കുഞ്ഞിനും പ്രശ്നങ്ങളുണ്ട്. എന്താന്ന് ചോദിച്ചാൽ, അമ്മ എനിക്ക് കറക്റ്റായിട്ട് പാല് തരുന്നില്ല, അല്ലെങ്കിൽ അമ്മ എനിക്ക് ഒത്തിരി പാല് തരുന്നുണ്ട്, എനിക്ക് വയറുവേദനയുണ്ട്, എനിക്ക് ഗ്യാസ് ഉണ്ട്, എനിക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല, എൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഞാൻ അമ്മയോട് പറയണേ. ആ കുഞ്ഞിനുണ്ട് ബുദ്ധിമുട്ടുകൾ. ഇനി LKG UKG പോകുന്ന കുഞ്ഞിനാണെങ്കിലോ, അവൻ പെട്ടെന്ന് സ്കൂളിൽ പോകും, അമ്മ എന്നെ ഇരുത്തിയിട്ട് പോയാണോ, അമ്മ ഇനി തിരിച്ചു വരുമോ എന്നുള്ള വ്യാകുലതകൾ ഇതിങ്ങനെ മരിക്കോളം മനുഷ്യർക്കുണ്ടാവും. പക്ഷെ അതിനെ അതിജീവിച്ച് പോവുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമുക്കറിയാവുന്ന ആരെങ്കിലും ഒരു വിഷമിച്ചിരിക്കുവാണെങ്കിൽ നമുക്ക് അവരോട് ചോദിക്കാം, എന്തെങ്കിലും പ്രശ്നത്തിലാണോ, എന്തെങ്കിലും എൻ്റെ ഒരു സഹായം വേണോ, നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ഒരാളോട് ചോദിക്കാൻ പറ്റുമെങ്കിൽ അത് ഒരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചിലപ്പോൾ നമ്മുടെ ആ സമയം കേട്ടിരിക്കുമ്പോഴുണ്ടാകുന്ന, അവൻ്റെ മനസ്സിലുണ്ടാകുന്ന റിലീഫ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവനെ ജീവിതത്തിൽ പിന്നെയും തിരിച്ചു കയറ്റുന്ന ഒരു കാര്യമായിട്ട് മാറിയേക്കാം. അപ്പം ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടേക്ക് കെയർ, ബൈ.